നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കി യുദ്ധമുഖത്ത് ഭീകര പ്രവർത്തനം നടത്തുന്ന ഹമാസ് ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാനുള്ള എല്ലാവിധ മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ട് ഇസ്രായേൽ റാഫേൽ നടത്തിയ ആക്രമണത്തിൽ സാധാരണ ജനങ്ങൾ മരിച്ചു വീണു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുവാൻ റാഫേലേക്ക് നോക്കുവാൻ മത്സരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സെലിബ്രിറ്റികളും മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകരും, പ്രത്യേകിച്ച് കേരളത്തിലെ മതേതരത്വത്തിന്റെ പൊയ്മുഖമണിഞ്ഞ ചില സെലിബ്രിറ്റികൾ. ഈ റാഫേലേക്ക് മാത്രം നോക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ നോട്ടം ദൂരേക്കൊന്നും പോകേണ്ട. തൊട്ടടുത്ത് കിടക്കുന്ന ഇസ്രായേലിൽ ഒക്ടോബർ 7-ാം തീയതി നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ മത്സരിക്കുന്ന, നിങ്ങൾ കണ്ണീരൊഴുക്കുവാൻ മത്സരിക്കുന്ന ഹമാസ് ഭീകരർ തക്ബീർ വിളികളോടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തലയെറുത്ത് കൊന്നപ്പോൾ, ഇസ്രായേലി യുവതികളെ ബലാത്സംഗം ചെയ്തപ്പോൾ, ഇസ്രായേലിലെ സാധാരണക്കാരായ പൗരന്മാരെ പച്ചയ്ക്ക് കത്തിച്ചപ്പോൾ നിങ്ങളുടെ നോട്ടം എവിടെയായിരുന്നു? എന്തേ നിങ്ങളുടെ ഈ മനുഷ്യാവകാശ ബോധവും മനുഷ്യ സ്നേഹവും ഒക്കെ എവിടെയായിരുന്നു? അന്ന് നിങ്ങൾ അത് പൂട്ടിക്കെട്ടി പെട്ടിയിൽ വെച്ചിരിക്കുകയായിരുന്നു. റാഫേലേക്ക് മാത്രം നോക്കുന്നവർ എന്തുകൊണ്ടാണ് ബുർക്കിന ഫാസോയിലും നൈജീരിയയിലും ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നു തള്ളുന്ന ക്രൈസ്തവരെ എന്തുകൊണ്ട് കാണാതെ പോകുന്നു? ചിലയിടങ്ങളിലേക്ക് മാത്രമാണ് നിങ്ങളുടെ നോട്ടം എത്തുന്നതെങ്കിൽ, ചിലരെ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ചിലർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കണ്ണീരൊഴുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ കണ്ണിന് മാത്രമല്ല നിങ്ങൾക്കും സാരമായ എന്തോ തകരാറുണ്ട്. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. റാഫേലേക്ക് മാത്രം നോക്കിയാൽ മതിയോ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ആദർശ് കുനിയില്ലം. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, നമ്മൾ കണ്ടു ഓൾ ഐസ് ഓൺ റാഫ. അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ, തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ മത്സരിക്കുകയാണ് സെലിബ്രിറ്റികൾ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ സെലിബ്രിറ്റികൾ. എന്തുകൊണ്ടാണ്, ഞാൻ ഇൻട്രോയിൽ വളരെ ദീർഘമായി തന്നെ സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് ഈ റാഫയിലേക്ക് മാത്രം ഇവരുടെ കണ്ണുകൾ പോകുന്നത്? ഈ ലോകത്തെ മറ്റിടങ്ങളിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന, തൊട്ടടുത്ത രാജ്യമായ ഇസ്രായേലിൽ ഇവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മത്സരിക്കുന്ന ഹമാസ് ഭീകരർ നടത്തിയ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, ക്രൂരതകൾ, അവിടേക്ക് എന്തുകൊണ്ടാണ് ഇവരുടെ നോട്ടം എത്താതെ പോകുന്നത്? ഫാദർ സ്കോട്ട് സ്ലീബ. ഈ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ എനിക്കൊരു സംശയമുള്ളത്, ഈ ലോകത്ത് ഇരവാദം ഇത്രമാത്രം ശക്തമാകുന്നത് ഒരു സമൂഹത്തിന് മാത്രമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇസ്രായേലോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്ന് പീഡ അനുഭവിക്കുന്ന വലിയൊരു ജനവിഭാഗം വേറെയുണ്ട്. പ്രത്യേകിച്ച് അതാരാണ് നമുക്കറിയാം. അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. ലോകത്ത് എവിടെയും പീഡ അനുഭവിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അവരെ വംശഹത്യക്ക് ഇരയാക്കുന്നതൊന്നും ആരുടെയും മുൻപിൽ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല. അതേസമയം അതിവേഗം വളർന്നു വരുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും തങ്ങളുടെ ശരീഅത്ത് നിയമത്തിന് കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക സമൂഹം, ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ അതിൽ കുറെ ആളുകളെങ്കിലും തീവ്രമായ നിലപാടുകളിലൂടെ പ്രവർത്തിക്കുന്നവരായിട്ട് മാറുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകൾ മാത്രം ഒരു ഇരവാദത്തിന്റെ ഭാഗമായിട്ട് ലോകത്തിന് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അതിലെന്തോ ഒരു സംഘടിതമായ ശ്രമമുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംഘടിത നീക്കത്തെ കേരളത്തിലെയോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണുകളിൽ ഇരുന്ന് അതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഒരു മാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, ഷെക്കിനെ പോലെയുള്ള ഒരു ചാനൽ അതിനൊരു നേതൃത്വം കൊടുക്കുന്നത് കാണുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇരവാദം ഒരു സമൂഹത്തിന് മാത്രമുള്ളതല്ല, അത് എല്ലാ സമൂഹത്തിനും ബാധകമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് ഈ ഇരവാദം. പ്രത്യേകിച്ച് ഹമാസ് ഇന്ന് വലിയ ഒരു ചെറുത്തുനിൽപ്പിന്റെ സംഘടനയായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ലോകത്ത് അത്രമാത്രം സ്വീകാര്യത അവർക്ക് നേടിക്കഴിഞ്ഞു. ആ സ്വീകാര്യതയുടെ ഫലം എന്തായിരിക്കണം? കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന കലോത്സവത്തിന് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു പേരിട്ടുകൊണ്ട് അത്രമാത്രം വിശാല മനസ്കതയോടുകൂടെ കേരളീയർ അവരെ കൈനീട്ടി സ്വീകരിക്കുന്നത് കാണുമ്പോൾ വലിയ അതിശയിക്കാനൊന്നുമില്ല. കാരണം പണ്ട് സദാം ഹുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയ ആളുകളാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ലോകത്തെവിടെയും ഈ ഇരവാദം ശക്തമാകുമ്പോൾ കേരളം കൈനീട്ടി സ്വീകരിക്കും. കാരണം ഇവിടെ 4 പേര് ചേർന്ന് നിന്നാൽ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ചിന്ത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരെല്ലാം അതിന് മൗന അനുവാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന നിലയിലേക്ക് ഈ ഹമാസ് 1987 മുതൽ ശക്തമാകുന്ന ഈ കാലയളവിൽ അത്രമാത്രം അവര് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർത്തുകൊണ്ട് അവര് ഇസ്രായേലിന് നേരെ അതിക്രമങ്ങൾ ഒന്നൊന്നായിട്ട് അഴിച്ചുവിടുമ്പോൾ ഇവർക്കാർക്കും കാണാതെ പോകുന്ന ഒരു ഇരവാദം, ഈ ഒരു ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാകുന്ന അല്ലെ തിരിച്ചടികൾ, അതൊരു വലിയ ഒരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിക്കൊള്ളട്ടെ, അവരൊക്കെ ഇത് മാത്രം ഉയർത്തി കാണിക്കുമ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഈ കേരളത്തിലെ ആളുകളും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരും ഒക്കെ ഇവരുടെ കൈകളിലായി പോകുന്നു. ഇവരെ ഈ കേരളത്തിലെ സെലിബ്രിറ്റീസ് പോലും ഇവരെ എത്രത്തോളം വാനോളം പുകഴ്ത്തുമ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഈ ഒരു സംഭവം ഉയർത്തി കാണിക്കുന്നു. അതിലുപരി തങ്ങളുടേതായ ജാതി മത സംവിധാനങ്ങളെ ഒന്നുകൂടെ പ്രോത്സാഹനജനമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നയം കൂടെ ഉണ്ട് എന്ന് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. കാരണം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ക്രിസ്ത്യാനികൾ പീഡ അനുഭവിക്കുന്ന കാണുമ്പോൾ, നൈജീരിയയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ എന്റെ കയ്യിൽ ഒരു മാഗസിൻ ഇരിപ്പുണ്ട്. ആ മാഗസിന്റെ കവർ പേജിനകത്ത് ഈജിപ്തിലെ ക്രൈസ്തവർ അനുഭവിക്കുന്ന കുറെ ദുരന്തങ്ങളെ കുറിച്ചും അവരുടെ പീഡനങ്ങളെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ആർക്കും വിഷയമല്ല. ഞങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് നേരെ ഉണ്ടാകുന്നത് മാത്രം ഒരു ചർച്ചാ വിഷയമാകുന്നത് കാണുമ്പോൾ അതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ പ്രേരിതമുണ്ട്. അതിന്റെ പിന്നിൽ എന്തൊക്കെയോ രാഷ്ട്രീയമായ നിലപാടുകൾ ഉണ്ടെന്ന് ഇന്നലത്തെ ഡൽഹിയിൽ നടന്ന ഒരു കോടതി വിധിയുടെ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ശരീഅത്ത് നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായിട്ട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വസ്തുതകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഇതൊരു സംഘടിത ശ്രമമാണ്. ആളുകളുടെ മുമ്പിൽ ഞങ്ങൾ പീഡ അനുഭവിക്കുന്നവരാണ്, ഞങ്ങളെ ഉൾക്കൊള്ളണം, ഞങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടവരാണ്, ഞങ്ങൾ ലോക സമാധാനത്തിന്റെ വക്താക്കളാണെന്ന് ഒരു ബോധപൂർവ്വം കൊണ്ടുവരുവാനാണ് ഈ സെലിബ്രിറ്റീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ അത് വിശ്വസിച്ച് അതിന്റെ പിന്നാലെ അങ്ങ് പോകും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മുഖത്തെ വികൃതമാകുന്ന അവസരത്തിൽ അതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ വലിയ സ്നേഹമുണ്ടായിട്ടോ വലിയ ജാതി സമുദായ സ്നേഹമൊന്നുമല്ല. ഞങ്ങൾ പാപങ്ങളാണ്, അയ്യോ പാപങ്ങളാണ്, ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പൊ റാഫയിലേക്ക് എല്ലാവരും പോകുന്നു, അല്ലെങ്കിൽ റാഫയിലേക്ക് ഈ ഒരു ചിത്രത്തിന്റെയൊക്കെ ഭാഗമായിട്ട് കുറെ ആളുകൾ പ്രതികരിക്കുന്നത്. അതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ റാഫയുടെ ഈ ഒരു ചിത്രം കൊണ്ടുവന്നിട്ട് ആളുകൾ ശ്രമിക്കുന്നത് ഇല്ലേ, ഇത്ര ആളുകൾ ശ്രമിക്കുന്നത് ഞങ്ങൾ പാപങ്ങളാണ്, ഞങ്ങളല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞങ്ങളെ നേരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ചെറുത്തുനിൽപ്പ്, അതൊരു സ്വാഭാവികമായ പ്രവണതയാണ് ഈ ചെറുത്തുനിൽപ്പ്. അങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ലോകം മുഴുവനും ഇസ്ലാമിക ഭീകരതയുടെ കീഴിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിസ്റ്റുകളുടെ ഭീകരതമായ നിലപാടുകളോട് കൊണ്ടുവന്ന് ലോകം മുഴുവൻ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നും ഇതിന്റെ പിന്നിലില്ല. അതാണ് മറ്റൊരു സത്യം. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീക്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഇതിൽ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ സേവ് ലക്ഷദ്വീപ് ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. അതിൻ്റെ അകത്ത് പോസ്റ്റ് ഇട്ടവർ ആരൊക്കെയാണ്, പിന്നീട് അവരുടെ സിനിമകൾ, ആ സിനിമകളിലൂടെയൊക്കെ പങ്കുവെക്കപ്പെട്ട ആശയങ്ങൾ, അല്ലെങ്കിൽ അവർ പിന്നീട് പല രാഷ്ട്രീയ വിഷയങ്ങളിലും അവർ എടുത്ത നിലപാടുകളൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇരവാദം മുഴക്കി കൃത്യമായിട്ടുള്ളൊരു പാറ്റേണോട് കൂടി തന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗണ്ട അങ്ങ് ആരംഭിക്കുകയാണ്. സെലിബ്രിറ്റീസ് അത് പോസ്റ്റ് ഇടുന്നു, ഹാഷ്ടാഗുകൾ അത് ട്രെൻഡിങ് ആക്കുന്നു, മാധ്യമങ്ങൾ വലിയ രീതിയിൽ അത് ചർച്ചയാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക്, ഒരു മതേതരത്വ മുഖമുള്ള അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളുള്ള ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയം ഇതാണ്: ഈ മനുഷ്യാവകാശങ്ങളൊക്കെ ഒരു കൂട്ടരുടെ മാത്രം ഒരു സ്വത്താണോ, അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു അവകാശമാണോ? ഈ പറയുന്ന നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഈ നൈജീരിയയിലെ ക്രൈസ്തവർ, ഒപ്പം മറ്റ് രാജ്യങ്ങളിലെ ഈ മത ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് യസീദികൾ പോലെയുള്ളവർ, ഒപ്പം പാകിസ്ഥാനിലെ ഒക്കെ അഫ്ഗാനിസ്ഥാനിലുമൊക്കെയുള്ള ഹൈന്ദവർ, മറ്റ് ഈ ബുദ്ധമത വിശ്വാസികൾ, അവർക്കൊന്നും ഈ മനുഷ്യാവകാശം ഇല്ലേ? അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വലിയൊരു ഒരു കോക്കസ്, അല്ലെങ്കിൽ വലിയൊരു ഒരു ഒരു അധികാര കേന്ദ്രം, അല്ലെങ്കിൽ ഒരു കേന്ദ്രം, ഒരു പവർ സോഴ്സ് തന്നെ ഇതിന് പിന്നിൽ, ഇത്തരം ഈ പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നില്ലേ ശ്രീ അമൽ ശ്രീക്? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എന്ന് പറയാൻ പറ്റത്തില്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഒരു പ്രവണത വ്യാപകമാണ്. അത് ഒരു ഐഡിയോളജിയുടെ ഭാഗം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും നമുക്ക് ഈ ഒരു സമാനമായ ഒരു പോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇരവാദം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ 1, 2, 3, 4, 10, 20 വിഷയങ്ങളിലേക്ക് ഒതുങ്ങുന്നതല്ല. അത് വ്യാപകമായിട്ട് ഉണ്ടാകുന്നതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണ് ഇരവാദം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരാളെ പോയി കുത്തി കൊന്നിട്ട് അവസാനം കുത്തിയവൻ പറയുവാണ് മരിച്ചയാൾ, അതായത് എന്റെ കുത്തി കിട്ടിയ ആൾ എന്നെ ആക്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഇന്ന പ്രവൃത്തി കൊണ്ടാണ് ഞാനിത് കൊന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് വരികയും ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് കുത്തിയവന് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു പ്രവണതയാണ് ഈ ഇരവാദം എന്ന് പറയുന്നത്. അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നക്കാരൻ തന്നെ ഇരയായി മാറുന്ന, അല്ലെങ്കിൽ ഞാനാണ് ഇര എന്ന് പറഞ്ഞുകൊണ്ട് അവന് അവിടെ സമാനമായ ചിന്താഗതിക്കാരുള്ളവരൊക്കെ തന്നെ കൂടുതൽ പെട്ടെന്ന് സപ്പോർട്ടായിട്ട് വരുന്നു. പൊതുജനത്തിനെ, ഒരു പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് വാർത്തകൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള കമന്റുകളും മറ്റു പ്രസ്താവനകളും എല്ലാം തന്നെ പെട്ടെന്ന് വരുന്നു. അങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ചിന്താധാരയെ മുഴുവൻ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രശ്നക്കാരനെ അവിടെ ഇരയായി മാറ്റുന്ന ഈ ഒരു ഇരവാദ പ്രവണത ആഗോള തലത്തിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുമുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത തന്നെയാണ്. ഓക്കെ. ഇതിൽ വീണു പോകുന്നത് സാധാരണക്കാരായ, ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണയും ഇല്ലാതെ പെട്ടെന്ന് കാണുന്ന ഒരു വാർത്ത വിശ്വസിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന സാധാരണക്കാരാണ് ഇതിൽ പെട്ടെന്ന് ഇതിന്റെ ഇരയായി മാറുന്നത്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സത്യാവസ്ഥയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇന്നൊരു മാധ്യമങ്ങളോ മറ്റും തന്നെ ഒന്നും പ്രധാനമായിട്ട് കാണുന്നില്ല. അതിന് അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചോളം ആരാണ് കൂടുതൽ കാശ് തരുന്നത് അവർക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവണതയും മാത്രമല്ല, ഇത്തരത്തിലുള്ള ഈ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രവണതകളെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസുകളും രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒക്കെ തന്നെ അവരുടെ പ്രസ്താവനകളും വാർത്തകളും ഒക്കെ തന്നെ കൊടുക്കുകയും പൊതുസമൂഹത്തിന് മുമ്പിലേക്കുള്ള പോസ്റ്റുകളൊക്കെ ആയിട്ട് വരികയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രമാത്രം ആഗോളതലത്തിൽ ഇതിനു വേണ്ടി ഉള്ള അജണ്ടകൾ ഇവിടെ പല സംഘടനകളും മറ്റു പ്രവർത്തകരൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2005 ദേശീയ മാധ്യമം ഒരു റിപ്പോർട്ട് വന്നത് ഓർക്കുകയാണ്. ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അന്ന് മീഡിയ വൺ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി അവിടെ സിനിമാ രംഗത്തേക്ക് കടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലൊരു സംഘടന ഇത്തരത്തിലുള്ള പൊതുമാധ്യമങ്ങളിലേക്കും അല്ലെങ്കിൽ പൊതുശ്രദ്ധയിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെയുള്ള ചില ആൾക്കാരൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പല വാർത്തകളും മറ്റും കാണുന്നുണ്ട്. അതേസമയം കൃത്യമായ ജമാഅത്തെ ഇസ്ലാമി പിന്നീടുള്ള വർഷങ്ങളിൽ ഇവിടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ രൂപീകരിക്കുകയും മീഡിയ വണ്ണിലൂടെ തന്നെ കൃത്യമായ ഒരു ഇസ്ലാമിക അജണ്ടകൾ സെറ്റ് ചെയ്യാനുള്ള വാർത്തകളും കാര്യങ്ങളെല്ലാം പുറപ്പെടുവിക്കുകയും ചെയ്തതും ഇടയ്ക്ക് വെച്ച് സർക്കാർ അതിനെ നിരോധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഈ ഒരു സിനിമാ രംഗത്തേക്കും ഇവർ കടന്നുകൊണ്ട് തന്നെ വിപ്ലവകരമായ രീതിയിലേക്ക് ഒരു ഇസ്ലാമിക പ്രീണന തരത്തിലേക്കുള്ള സിനിമകൾ വരികയും അതേസമയം തന്നെ ക്രൈസ്തവ വിരുദ്ധമായ ആശയങ്ങൾ സിനിമകളിൽ കുത്തിക്കയറ്റുന്ന പ്രവണതകളൊക്കെ നമ്മൾ കാണുകയും കഴിഞ്ഞിടയ്ക്ക് ധാരാളം ചർച്ചകളും ഉണ്ടായതാണ്. ഇതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു തണ്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ടീമിലേക്കാണ്. അതായത് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സാഹോദര്യം എന്നൊരർത്ഥമാണ്. പക്ഷെ ഇതൊരു സംഘടനയായിട്ട് വളർന്നു വന്ന് പണ്ട് പാലസ്തീൻ വിഷയങ്ങളൊക്കെ വരുന്ന ആ സമയത്ത്, അതായത് ഏകദേശം കൃത്യം പറയുവാണെങ്കിൽ ഇത് വളർന്നു വന്ന 1987 ഈ ഹമാസ് വളർന്നു വരുന്നത് തന്നെ ഈ ഒരു പാലസ്തീൻ അപ്രൈസിങ് അല്ലെങ്കിൽ ഇന്തിഫാദ, നമ്മുടെ ആ കലോത്സവത്തിന് വന്ന പേര് ഇന്തിഫാദ, ആ ഒരു മൂവ്മെന്റോടുകൂടിയായിരുന്നു. അവിടെ ഇതൊരു മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ടാണ് ഈ ഒരു ഹമാസ് തന്നെ വളർന്നു വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഈ മുസ്ലിം ബ്രദർഹുഡ്? ആ സംഘടന എപ്പം തുടങ്ങി, ആര് തുടങ്ങി, എന്തിനു തുടങ്ങി, ഇന്ന് നിലവില് ഈ അവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1928 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. അതിന്റെ ഐഡിയോളജി നമ്മൾ ശ്രദ്ധിക്കണം. പാൻ ഇസ്ലാമിസം, സുന്നി ഇസ്ലാമിസം, നിയോ സൂഫിസം, ക്യുഡ്ബിസം, അതാണ് റിലീജിയസ് കൺസർവേറ്റിസം, അതോടൊപ്പം സലഫിസം, ആന്റി ഇമ്പീരിയലിസം, സോഷ്യൽ കൺസർവേറ്റിസം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ആന്റി സയോണിസവും ആന്റി കമ്മ്യൂണിസവും. ഈ ആന്റി സയോണിസം ആണ് ഇന്ന് ജൂതന്മാർ നേരിടുന്ന വലിയൊരു വെല്ലുവിളി. കാര്യം ജൂതന്മാരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ ആന്റി സയോണിസം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ആന്റി കമ്മ്യൂണിസം ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ. പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അതിനെപ്പറ്റി ഒരു ധാരണയോ ജാഗ്രതയോ ഒരു അറിവോ അവർക്ക് ഇല്ലെന്നുള്ളതാണ് അതിനകത്തെ മറ്റൊരു സത്യം. മാത്രമല്ല ഇവരുടെ പൊളിറ്റിക്കൽ അലൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ആരുമായിട്ടാണ് അലൈസ് ചെയ്ത് നടക്കുന്നത്. അതായത്
ഇറാന്, ഖത്തർ, തുർക്കി ഈ ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ഇവർക്ക് പ്രധാനമായിട്ടും പ്രൊമോഷൻ കൊടുക്കുന്നത്. ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവരെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ട് പരിഗണിച്ചിരിക്കുന്നുള്ളതാണ്. അവിടെ ബഹ്റിൻ, ഈജിപ്റ്റ്, റഷ്യ, സൗദി അറേബ്യ, സിറിയ, UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവരൊക്കെ തീവ്രവാദ സംഘടനയായിട്ടാണ് ഈ ഹമാസിനെ മുസ്ലിം ബ്രദർഹുഡിനെ ഒക്കെ പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇല്ലാത്ത വിഷമമാണ് ഇവിടെ കേരളത്തിലുള്ളവർക്ക്. അതായത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളായിട്ടുള്ള നമ്മുടെ ഇപ്പം നമ്മൾ ഈജിപ്തും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും UAE ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം ഒരു ഭൂരിപക്ഷ രാജ്യങ്ങളാണല്ലോ. അവർക്കൊന്നും ഇല്ലാത്ത വിഷമങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ സാധാരണക്കാരായ ആൾക്കാർക്ക്. ഈ സാധാരണക്കാരിൽ രസമുണ്ട്. ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്ന ആളോട് നമ്മളൊരു മെസ്സേജ് ചെയ്ത് ചോദിക്കുവാണ്, ഇത് എന്താ സംഭവം, എന്താണ് ഈ ഐസോൺ ട്രാഫ് എന്ന് പറഞ്ഞ സാധനം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കമന്റുകൾ ഭയങ്കര രസകരമാണ്. അത് ഇസ്രായേലിനെതിരായിട്ടുള്ള എന്തോ സംഭവമാണ്, അത്രേ അറിയത്തുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാൻസ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു അതായത് രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയത് ഈ ഓൾ ഐസ് ഓൺ റാഫയുടെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, അത് ഏതൊരു സിനിമാ നടിയുടെ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തു. അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല, പക്ഷെ അമല് പറഞ്ഞത് വളരെയധികം യാഥാർത്ഥ്യം. ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഇത് എന്താണ് ഇതിന്റെ പിന്നിൽ, ഇത് എന്താ സംഭവം, അതായത് റാഫ എന്താണ്, അവിടെ നടക്കുന്ന എന്താണ്, ഭൂരിഭാഗം പേർക്ക് ഇതിനെപ്പറ്റി അറിവില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. യെസ്, തുടർന്നോളൂ. ആ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രചരണം നടക്കുന്നതും. അതായത് ഇത് പ്രചരിപ്പിക്കാനായിട്ട് ഇപ്പം ഒരു സിനിമാ നടൻ സ്വമേധയാ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഒരു പോസ്റ്ററിലേക്ക് അത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിൽ ഇടുകയല്ല ചെയ്യുന്നത്. പകരം ഈ ഒരു സിനിമാ നടന്റെ പിന്നിലുള്ള ഒരു PR ടീമോ അല്ലെങ്കിൽ ഫാൻസിന്റെ തലത്തിൽ നിൽക്കുന്നവരോ ഇങ്ങനെയുള്ള ആൾക്കാര് ഈ ഒരു സിനിമാ നടനോടൊക്കെ അല്ലെങ്കിൽ നടിയോടൊക്കെ പറഞ്ഞായിരിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഈ സോഷ്യൽ മീഡിയയിൽ അവർ ഇടുന്നത്. അപ്പം കൃത്യമായും അജണ്ടകൾ സെറ്റ് ചെയ്യേണ്ട ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണിത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ ചില ആളുകൾ ഇത്തരത്തിലുള്ള സിനിമാ നടിമാരെ നടന്മാരെയൊക്കെ തേടി പിടിച്ചുകൊണ്ട് തന്നെ ഈ പോസ്റ്ററുകൾ അവരെ കൊണ്ട് ഇടിപ്പിക്കുന്നു. മാത്രമല്ല ഒരു സിനിമാ നടൻ ഇപ്പം ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഡാപ്പി എന്ന ഒരു ടേം തന്നെ പുള്ളി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തുമാത്രം അപകടകരമായ ഒരു രീതിയിലാണ് അദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോസ്റ്റർ. ആ രീതിയിലാണ്. അപ്പൊ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രൊമോഷൻ ഒരു എന്താ പറയുന്നത് ജനശ്രദ്ധ അല്ലെങ്കിൽ ജനത്തിന്റെയൊക്കെ ഹൃദയങ്ങൾ കവർന്ന എന്ന് പറയപ്പെടുന്ന ഇതുപോലുള്ള സിനിമാ നടന്മാരും നടിമാരൊക്കെ ചെയ്യുമ്പം ബാക്കിയുള്ള ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ ഇനി ഭയപ്പാടിന്റെ നിമിഷങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം നാളെ ഇവരെടുക്കാൻ പോകുന്ന ഓരോ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ കംപ്ലീറ്റ്ലി ഒരു വിഭാഗത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയും ബാക്കിയുള്ളവർക്കൊക്കെ എന്താ പറയുന്നത് അവരോടൊപ്പം നിൽക്കാത്ത ഒരു സാഹചര്യം ഇന്നേ ഞങ്ങൾ എടുക്കുകയാണെന്നുള്ള ഒരു കാര്യമാണ് ഇവര് ഇപ്പം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിനെ പറ്റി ആൾക്കാരൊക്കെ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻകാരെ എല്ലാം പിടിച്ചടക്കുന്നു, പാലസ്തീൻ നാട് പിടിച്ചടക്കുന്നു, അവരെ എല്ലാം അഭയാർത്ഥികളാക്കി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ ഇസ്രായേൽ. കൃത്യം പറയുവാണെങ്കിൽ ഇപ്പം കേരളത്തിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള സ്ക്വയർ മീറ്റർ എടുക്കുവാണെങ്കിൽ 38,863 കിലോമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ കേരളത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഏരിയ വെറും 20,770 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതായത് കേരളത്തിന്റെ പകുതിയേ ഉള്ളൂ ഇസ്രായേല്. ഈ പകുതിയുള്ള ഇസ്രായേലിലെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95.6 ലക്ഷം ജനങ്ങളെ ഉള്ളൂ ഇസ്രായേലിലെ ജനസംഖ്യ. കേരളത്തിനാണെങ്കിൽ 3.5 കോടിയിൽ മേലുണ്ടെന്ന് വിചാരിച്ചോണം. അതിനകത്ത് തന്നെ 73% ജ്യൂസും 18 ഒക്കെ ഇസ്ലാം വിശ്വാസികളുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയൊരു, മാത്രമല്ല ഇന്ത്യ പോലുള്ള വലിയൊരു പ്രദേശമാണ് അതിന്റെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ. ഇന്ത്യ പോലുള്ള വലിയ പ്രദേശങ്ങളായിട്ടുള്ള അറബ് രാജ്യങ്ങൾ ചുറ്റും കിടക്കുകയും കേരളത്തിന്റെ പകുതിയുള്ള ഒരു ഇസ്രായേല് ബാക്കിയുള്ള നാടെല്ലാം കൈയടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വ്യാപകമായ പ്രചാരണം എത്രമാത്രം അബദ്ധകരമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ഇവിടെ മുഴുവൻ ജ്യൂസ് അല്ല, 18% ഇസ്ലാം വിശ്വാസികൾ തന്നെയാണ്. എന്നിട്ടും ഈ ജ്യൂസിനെതിരെ ഇത്രമാത്രം ഇവര് പോരടിക്കുന്ന എന്തിനാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാ? ഒക്ടോബർ 7-നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നടക്കുന്ന വിഷയം തുടങ്ങുന്നത്. ആ ഒക്ടോബർ 7-ന് ആരുടെയും കണ്ണെത്തിയില്ല, എങ്ങും പ്രചരണങ്ങളും ഇല്ലായിരുന്നു, പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടില്ല. ഇപ്പോഴാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ഈ ഒക്ടോബർ 7-നല്ല പ്രശ്നം തുടങ്ങുന്നത്, ഇതിനു മുമ്പ് ഇസ്രായേൽ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇതിന്റെ പ്രശ്നത്തിനൊക്കെ മൂല കാരണമെന്ന്. നമ്മൾ ചരിത്രം തേടി പോവുകയാണെങ്കിൽ 14,000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴും അവിടെ ഇസ്രായേലിനാണ് ശരിക്കും പറഞ്ഞാൽ ആ നാടിന്റെ ഒരു ഉടമസ്ഥത അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാനുള്ള ഒരു അവകാശം എന്ന് വീണ്ടും പറയേണ്ടി വരും. പക്ഷേ തെറ്റിദ്ധാരണകൾ പടച്ചു വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. വളരെ വ്യക്തമാണ്. ശ്രീ ആദർശിലേക്ക് ഞാൻ പോവുകയാണ്.
ശ്രീ ആദർശ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ചർച്ചയുടെ വിഷയം തന്നെ ഈ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശ ബോധം, പ്രത്യേകിച്ച് ഈ റാഫ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആ റാഫയിലേക്ക് നോക്കുന്നവർ മറ്റ് പലയിടങ്ങളിലേക്കും അവരുടെ കണ്ണുകൾ എത്തുന്നില്ല. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങൾ വലിയ രീതിയിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് ഇവരുടെ കണ്ണുകൾ എത്തുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇരവാദം മുഴക്കി വളരെ സംഘടിതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, പ്രത്യേകിച്ച് റാഫ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ ലക്ഷദ്വീപിലും ഒക്കെ നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു പിടിമുറുക്കം ഈ സമൂഹത്തിന്റെ ഒരു സമസ്ത മേഖലകളിലേക്കും ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ? പ്രത്യേകിച്ച് മാധ്യമ മേഖല, ഈ സിനിമ ഉൾപ്പെടെയുള്ള കലാ സാംസ്കാരിക മേഖലകൾ, ഒപ്പം തന്നെ മറ്റ് പല മേഖലകളും, ബിസിനസ് നമുക്കറിയാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന അധിനിവേശം നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ, അത് പല മാധ്യമങ്ങളും, കേരളത്തിലെ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കടന്നുകയറ്റം, അവരുടെ ഒരു കരാളഹസ്തം സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ വളരെയധികം ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയല്ലേ ഈ സെലക്റ്റീവ് പ്രതികരണങ്ങളും ഈ സെലക്റ്റീവ് ആയിട്ടുള്ള മാധ്യമ റിപ്പോർട്ടിങ്ങും ഒക്കെ, ശ്രീ ആദർശ്? തീർച്ചയായും അതില് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ അമല് പറഞ്ഞ പോലെ തന്നെ ഈ ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. യൂറോപ്പിന്റെ ഒരു ഡെമോഗ്രാഫി മുഴുവൻ അത് ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പൊ വലതുപക്ഷത്തെ പറ്റി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് യൂറോപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്ന കുറച്ചുകൂടി പിന്നെ അവിടുത്തെ ഒരു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പോപ്പുലേഷൻ ട്രെൻഡ് ഉണ്ട്. ക്രൈസ്തവ വിഭാഗമുണ്ട്, മറ്റ് ചില വിഭാഗങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്. അതിനോടൊപ്പം പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്തു വന്ന മുസ്ലിം മത വിഭാഗത്തിലെ ആളുകളും ഇസ്ലാം മതക്കാരും ഉണ്ടായിരുന്നു യൂറോപ്പിൽ പല ഭാഗങ്ങളിലും. പക്ഷെ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഈ അഭയം കൊടുത്ത് ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്ന് കണ്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ അത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഏകദേശം 2023 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 50 മില്യൺ പോപ്പുലേഷൻ ഇന്ന് ഒരു കമ്മ്യൂണിറ്റി, ഇന്ന് ഇസ്ലാം മതത്തിന്റെ ആഗോളതലത്തിൽ ഉള്ളൊരു പോപ്പുലേഷൻ ആണ്. അവിടെ ആ ആഗോളതലത്തിൽ 50 മില്യൺ പോപ്പുലേഷനും പിന്നെ ജൂതമതം എന്ന് പറയുന്നത് വെറും 15-16 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു മതമാണ്. അപ്പോൾ ഈ 50 മില്യണോളം പല രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന മുസ്ലിം മതസ്ഥരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പല പല നെറേറ്റീവ്സ്, പല പല ഇത് സൃഷ്ടിക്കേണ്ട അത്യാവശ്യമാണ്. അത് മാത്രമാണ് ഈ ഖത്തർ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ചില മീഡിയ സ്ഥാപനങ്ങളും മറ്റുള്ളവരും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നെറേറ്റീവ് ഇത് മാത്രമാണ് ഈ സേവ് റഫ എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ചർച്ചയിൽ മറ്റു ഭാഗങ്ങളിൽ മറ്റുള്ളവർ പറഞ്ഞ പോലെ തന്നെ പല പല ഇത് ഹരിതത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ലക്ഷദ്വീപിന്റെ ക്യാമ്പയിനിൽ നമ്മൾ ഇത് കണ്ടു. പിന്നെ എല്ലാ തരത്തിലും ഇനിയിപ്പോ അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് തികച്ചും നമ്മൾ എല്ലാവരും തന്നെ ഈ മനുഷ്യക്കുരുതി ഇത് ആർക്കും നമുക്ക് യുദ്ധം ആരും ഇച്ഛിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ യുദ്ധം വരുത്തി വെച്ച ഒരു വിനയായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഈ പാലസ്തീന്റെ കാര്യം പറയുന്ന അവർ തന്നെ എന്തുകൊണ്ട് മറ്റ് പല രാജ്യങ്ങളിലും ഈ പറയുന്ന പോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളായാലും ക്രിസ്ത്യൻ വിഭാഗങ്ങളായാലും നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്, മതത്തിന്റെ അധിഷ്ഠിതമായിട്ടല്ല ലോകത്തിലെ മനുഷ്യരെ നോക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇസ്ലാം മതത്തിന്റെ ആംഗിളിലൂടെ മാത്രം നോക്കി കാണുമ്പോൾ അവർ ഈ പാലസ്തീന്റെ ഇഷ്യൂ മാത്രം പറയുന്നു. ഇപ്പൊ ശരി, അവർ ഇസ്ലാം മതത്തിന്റെ പ്രശ്നങ്ങളെ തന്നെ സംസാരിക്കട്ടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചൈനയിൽ നടക്കുന്ന ഉയ്ഗറിനെ പറ്റി അവർ സംസാരിക്കുന്നില്ല? അപ്പോ ഇതൊക്കെ ഒരു സൃഷ്ടിക്കപ്പെട്ട ചില ഈ 50 മില്യൺ പിന്നെ ഉള്ള ഒരു പോപ്പുലേഷനെ അവരെ കൂടെ നിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോയി ഇസ്ലാമിക രാജ്യത്തിന്റെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക് ലോകത്ത് എപ്പോഴും ഒരു ഷിയാസുന്നി കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് ബ്ലോക്കിൽ ലീഡർഷിപ്പായിട്ട് എടുത്തിരുന്ന ഒരു ഭാഗത്ത് ഇറാനും ഒരു ഭാഗത്ത് സൗദി ആയിരുന്നു. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ
സൗദിയുടെ ഇൻഫ്ലുവൻസ് കുറയുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം പല കാര്യങ്ങൾ ചെയ്യുകയും അവരാണ് ഈ ഹമാസിനെ കൂടുതൽ ഫണ്ട് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ. അപ്പൊ അവരെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പിന്നെ കേന്ദ്ര സ്ഥാനത്തിലേക്ക് അവർക്ക് വരാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോംപ്ലക്സ് ഒരു സംഭവമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ. ഒപ്പം തന്നെ ആദർശ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇവർ നടത്തുന്ന ഈ സേവ് റാഫ ക്യാമ്പയിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ. പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഒരു കേരളം ഞെട്ടേണ്ട അല്ലെങ്കിൽ ഇന്ത്യ ഞെട്ടേണ്ട ചില സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ, അത് ഇന്ത്യൻ ഭരണഘടന തന്നെ അസാധുവാക്കിക്കൊണ്ട് ശരീഅത്ത് നിയമം സ്ഥാപിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചു. ഒപ്പം തന്നെ ഒരു സായുധ സേനയെ തന്നെ അവർ സജ്ജമാക്കി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പക്ഷെ അത് എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് ചർച്ചയാവാതെ പോയത്? കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അത് ഗൗരവത്തോടെ എടുക്കാതിരുന്നത്? ശ്രീ ആദർശ്. കേരളത്തില് ഇന്ന് നമുക്ക് മൈനോറിറ്റി പോപ്പുലേഷൻ കണക്കെടുക്കുമ്പോൾ തന്നെ അറിയാം, 28% വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് 28 അതിൽ കൂടുതൽ. 28 പഴയ കണക്കാണ്, ഇന്ന് 28 ആയിരിക്കില്ല. പക്ഷെ 28-ന് മുകളിൽ വരുന്ന ഒരു ശതമാനത്തിൽ വലിയ മൈനോറിറ്റിയിൽ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു സമുദായമാണ്. അപ്പൊ ആ സമുദായത്തിനെ കുറ്റം പറയല്ല ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷെ ആ സമുദായത്തിൽ നടന്ന ചില പ്രശ്നങ്ങൾ, ആ സമുദായത്തിലെ ചില വ്യക്തികൾ, ഈ പോപ്പുലർ ഫ്രണ്ട് പോലത്തെ സംഘടനകൾ മൂലം ആ സമുദായത്തെ ശരിക്ക് മറ്റ് ജനങ്ങളുടെ മുന്നിൽ അത് ആകെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമുദായത്തിലെ ആളുകൾ തന്നെയാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇനിയിപ്പോ എന്താ സംഭവിച്ചതെന്ന് പറയാം. അന്ന് ഡൽഹിയിൽ 2 ദിവസം മുന്നെയാണ് പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നെ ഈ പ്രധാന പോപ്പുലർ ഫ്രണ്ടിന്റെ ചെയർമാനായ സുലൈമാൻ, അദ്ദേഹത്തിന്റെ പിന്നെ ജാമ്യാപേക്ഷ അദ്ദേഹം ഒരിക്കൽ പിന്നെ കീഴ്ക്കോടതിയിൽ ജാമ്യത്തിന് നമുക്കറിയാലോ 2022 പിന്നെ ഏകദേശം 100-100 ചില്ലാനം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെയാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടുപോയത്. അതിൽ കൂടുതൽ റെയ്ഡ് നടന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കിട്ടിയത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളെ കൊണ്ടുപോയി അവർക്ക് കുറെ നാളായിട്ട് ജാമ്യവും കാര്യങ്ങളും നിർത്തില്ല. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന UAPA നിയമപ്രകാരമാണ്. UAPA നിയമം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പാസ്സാക്കുന്ന സമയത്ത് അതിനെതിരെ വലിയ പ്രക്ഷോഭവും, ഇത് ജനാധിപത്യത്തിനെതിരാണ്, ഇത് നമ്മുടെ പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണെന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പൊ ക്യാമ്പയിന്റെ ഒരു അലയൊലി എല്ലാ കാലത്തും അത് ഇങ്ങനെ നടന്ന് ഒരു ക്യാമ്പയിൻ കഴിയുമ്പോൾ അടുത്ത ക്യാമ്പയിൻ. അപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെയും നമ്മുടെ ഭരണകൂടത്തിനെതിരെയും ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സർക്കാരിനെതിരെയും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ് നമ്മൾ കണ്ടത്. കീഴ്ക്കോടതി അദ്ദേഹത്തിനെ റിജക്ട് ചെയ്തു. ഇദ്ദേഹം സമർപ്പിച്ച ജാമ്യാപേക്ഷ നല്ല രസമാണ്. ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു ഇത്രയും വലിയ തീവ്രമായ ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു വ്യക്തി ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ UAPA നിയമത്തിന്റെ ബേസിസിൽ അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് പിന്നെ ഹൈക്കോടതി എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മെഡിക്കൽ ഗ്രൗണ്ട്സും പറഞ്ഞു. ഇദ്ദേഹത്തിന് ഒരുപാട് അർബുദ സംബന്ധമായ രോഗങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ നമുക്ക് അറിയാം. ഒരു ചെറിയ എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടായി നമ്മൾ ആദ്യം തന്നെ മെഡിക്കൽ ഗ്രൗണ്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, താങ്കൾക്ക് ജാമ്യം താങ്കൾ അർഹിക്കുന്നില്ല. ഈ ഒറ്റ വാക്കിൽ അത് ഒതുക്കുകയായിരുന്നു. ചെറിയൊരു വേർഡിക്റ്റ് ആയിരുന്നു. ആ വേർഡിക്റ്റിൽ അവസാനം അതായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഭാരതത്തിന്റെ അഖണ്ഡത തന്നെയാണ് ഹൈക്കോടതിക്കും പ്രധാനം. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയായാലും അത് പിന്നെ ആ സംഘടനയ്ക്ക് എതിരെ തന്നെയായിരിക്കും നമ്മുടെ കോടതികളും നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്രവർത്തിക്കുക. അതാണ് ആ മെസ്സേജ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. യെസ്, അത് വ്യക്തമാണ്. പക്ഷേ ആ ഹൈക്കോടതിയുടെ ആ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ കേരളത്തിൽ ചർച്ചയായില്ല എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഫാദർ സ്കോട്ട് സ്ലീബ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മെയ് 29-ാം തീയതി ദീപിക പത്രത്തിൽ വളരെ ഒരു മുഖപ്രസംഗം വരികയുണ്ടായി. ഇത് മലയാളികൾ അറിയണമല്ലോ എന്ന തലക്കെട്ടോടെ. അതിൻ്റെ ഒരു അന്തസത്ത ഇതായിരുന്നു: ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരുമില്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടും നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും അവർ തീവ്രവാദികളല്ല. വളരെ ഈടുറ്റ ഒരു ലേഖനം തന്നെ. ആ ലേഖനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചകളിൽ വന്ന ചില പരാമർശങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മറു സൈഡിൽ ഈ പറയുന്ന ഇസ്ലാമിക വിഭാഗത്തിൽ ഈ പറയുന്ന ഹമാസ് എന്താണ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. അത് അവരുടെ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെ ഉള്ള വിശ്വാസികളുടെ ഇടയിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു അവബോധമുണ്ട്. അത് യുവാക്കളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, സമൂഹത്തിൽ ആരോട് വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ നാം ചർച്ച ചെയ്തു, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കടന്നുകയറ്റം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇങ്ങനെ വ്യാപിക്കുമ്പോൾ അതിന്റെ കൂടുതൽ ഇരകളാകേണ്ടി വരുന്ന ഇതര മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റിയുള്ള ഒരു അവബോധം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ തന്നെ ഏതെങ്കിലും ഒരു യുവാവിനോട് ഈ ഇസ്രായേലിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ റാഫേൽ എന്താണ് നടക്കുന്നത്, ആരാണ് ഈ ഹമാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഉത്തരം പറയാൻ പറ്റും. പക്ഷേ ഭൂരിഭാഗം പേർക്കും അതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ല. അത് ഒരു വളരെയധികം വിമർശനാത്മകമായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അത് ക്രൈസ്തവ സമുദായ നേതൃത്വം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഒരു ധാരണയിലേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫാദർ സ്കോട്ട് സ്റ്റീവൻ? തീർച്ചയായിട്ടും ഇപ്പൊ ക്രൈസ്തവ സമുദായത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മതവിശ്വാസങ്ങളെ എടുത്തു വെച്ച് നോക്കുമ്പോൾ, നമ്മളൊക്കെ ഇന്ന് ഈ ഒരു ഭാരതീയ ദർശനത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചൊല്ലുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകം മുഴുവന്റെ സന്തോഷത്തിന്റെയും സമാധാനത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങൾ ഇന്നും പഠിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, ലോകം മുഴുവനും അവരെ തമസ്കരിച്ചപ്പോൾ സ്വീകരിച്ചത് ഭാരതീയ മണ്ണാണെന്ന് പറഞ്ഞ് അവരിന്നും ഈ ഭാരത മണ്ണിനെ സ്നേഹിക്കുകയും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഭാരതീയ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പൊതുവെ സമാധാന അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവരും സമാധാനപരമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദാത്തമായ മാനവികതയുടെ മുഖമായിട്ട് ക്രൈസ്തവ സമൂഹം മാറുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഒരു സ്വാഭാവികമായ പ്രവണതയാണ് ഇരകളുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു പ്രവണത. പക്ഷേ അതിന്റെ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട്, അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണം. എന്താണ് സത്യമെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, അത് ചാനൽ ആയിക്കൊള്ളട്ടെ, പത്രമാധ്യമങ്ങളുടെ ഏത് പത്രത്തിലാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ ദീപികയുടെ ഈ മുഖപത്രവുമായിട്ട്, ഇതും മലയാളികൾ അറിയണമല്ലോ എന്ന് പറഞ്ഞു വന്ന ആ മുഖപത്രത്തിന്റെ ഇതായിട്ട് ദീപികയുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഒന്ന് ഈ അടുത്ത സമയങ്ങളിൽ പരിശോധിക്കേണ്ടേ, അതിന്റെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ്, ഈ ഒരു വീഡിയോയുടെ ഒക്കെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കമന്റ് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ RSSന്റെ പ്രൊപ്പഗന്ധ നടപ്പാക്കുവാൻ ഇവിടുത്തെ ദീപിക പത്രം ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യം വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗന്ധയുടെ ഭാഗമായിട്ട് ഈ പത്രം മാറുന്നത്? സത്യം വിളിച്ചു പറയാനായിട്ട് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും തയ്യാറാകാതെ വരുമ്പോൾ എന്താണ് സത്യം എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം കാര്യങ്ങൾ വിശകലന വിധേയമാക്കുമ്പോൾ അതിനെ ഏത് വിധേയനെയും വിമർശിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറ്റപ്പെടുകയാണ്. മുമ്പേ ചേട്ടായി ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കോണം ഇരവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ മറ്റ് മതവിഭാഗങ്ങൾക്ക് അത് കഴിയാതെ പോകുന്നുണ്ട്. കാരണം അത് അങ്ങ് എങ്ങോ ദൂരെ നടന്ന സംഭവമാണ്. അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കോ ബാധകമല്ല. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ജൈനരും ബുദ്ധനും പാഴ്സിയും ഒക്കെ പീഡിപ്പിക്കപ്പെടും, അതങ്ങ് പാകിസ്ഥാനാണില്ലെന്നും പറഞ്ഞ് നമ്മൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റുകാരനായിട്ടുള്ളവൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പർവ്വതീകരിച്ചുകൊണ്ട് അവരതിന്റെ കൃത്യമായ ഒരു കൃത്യസമയത്തിനുള്ളിൽ അതിന്റെ വിശകലന വിധേയമാക്കിക്കൊണ്ട് ലോകം മുഴുവൻ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ചാനലൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൃത്യമായ കാരണമുണ്ട്, അവർക്ക് അതിന് സാധിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥ മാറ്റപ്പെടുവാനായിട്ട് നമ്മുടെയൊക്കെ കാര്യങ്ങൾ കഴിയണം. ഇപ്പോ ഹദീസ് പരിശോധിക്കുമ്പോൾ നമ്മൾ പറയാം, ഒരു യഹൂദം പോലും ഭൂമിയിൽ അവശേഷിക്കാതിരിക്കാൻ യഹൂദനായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒളിച്ചിരിക്കുന്ന കല്ലുകൾ വരെ അവരെ ഒറ്റിക്കൊടുക്കും. അതായത് ഇത് അവരുടെ ഒരു പ്രൊപ്പഗന്ധയുടെ ഭാഗമാണ്. ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രഖ്യാപിത നയമാണ് ഇവിടുത്തെ യഹൂദരെയും ക്രിസ്ത്യാനികളെ അല്ലെ മറ്റു മതസ്ഥരെയും ഒക്കെ ഇല്ലാതാക്കുന്നത്. ആ ഒരു സത്യം നമ്മുടെ ഇവിടുത്തെ മറ്റ് വിശ്വാസ സമൂഹത്തിലുള്ള ആളുകൾ അറിയുന്നില്ല. അങ്ങ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് മാത്രമായി പോരാ. ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിലെ ആളുകൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായ ഒരു വേദന ഉണ്ടാകണം.
സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന, നന്മ മാത്രം പറഞ്ഞ എത്രയോ മുസ്ലിം സഹോദരൻ നമ്മുടെയൊക്കെ സുഹൃത്ത് വലയങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രം മതി, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് ഇല്ലാതാക്കുന്ന നയത്തിനെതിരെയാണ് നമ്മളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെയോ മുസ്ലിം പഠനങ്ങൾക്കെതിരെയോ അല്ല നമ്മൾ എതിരെ നിൽക്കുന്നത്. മറിച്ച് ഞങ്ങൾ മാത്രം ശരീഅത്ത് നിയമത്തിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവനും വരണമെന്ന് പറയുന്ന ആ നിലപാടിനെതിരെയാണ് നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ബോധപൂർവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്കോ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് ഇനിയുള്ള നാളുകളിലും കൃത്യമായിട്ട് നമ്മുടെ സാധാരണപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഒരു ബലഹീനതയാണ്, നമ്മുടെ ഒരു വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഇരവാദം പറയുമ്പോൾ നമ്മുടെ ആളുകൾ പോലും സത്യമാണ്, ഇരകൾക്കൊപ്പം നിൽക്കാമെന്നൊരു നിലപാടോടുകൂടെ മറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അമൽ ശ്രീക്, അങ്ങ് ഒരു യൂത്തനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവൻ വലിയൊരു താരപുരുഷനായിട്ട് കാണുന്ന ഒരു സെലിബ്രിറ്റിയുടെ ഒരു വാക്കുകൾ, അത് വളരെയധികം ഒരു ഇമ്പാക്റ്റ് ആ വ്യക്തിയുടെ ഒരു മനസ്സിൽ ആകും. അപ്പോൾ അവൻ ആരാധിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവൻ്റെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകളുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു വിഭാഗം മാത്രം ഈ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അവർ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന ആ ഒരു ആശയം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും, അവൻ കാണുന്ന മാധ്യമങ്ങളിൽ നിന്നും, അവൻ അല്ലെങ്കിൽ അവൻ ആരാധിക്കുന്ന വീരപുരുഷന്മാർ അല്ലെങ്കിൽ താര പുരുഷന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളിൽ നിന്നും വളരെയധികം ഒരു ഇൻഫ്ലോ അവന്റെ മനസ്സിലേക്ക് വരികയാണ്. മറു സൈഡിൽ അവന്റെ സ്വന്തം സമുദായത്തിലെ അംഗങ്ങൾ യാതൊരു കുഴപ്പവുമില്ല, അവർ ലോകത്ത് ഒരിടത്തും പീഡിപ്പിക്കപ്പെടുന്നില്ല, അവർ വളരെയധികം സുഖമായി കഴിയുന്നു, അല്ലെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുക, മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് പോലെ അവരുടെ നേതൃത്വത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ആശയങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് തന്നെയല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ക്രൈസ്തവ സമുദായത്തിന്റെ തന്നെ ഒരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു സമുദായത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ആ സമുദായത്തിലെ യുവാക്കളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ വളർന്നു വരുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ മാനസിക ഘടന രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു ചിന്തകളുടെ ഒരു അടിസ്ഥാനത്തിലാണ്. അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം തന്നെയല്ലേ ആ ഒരു സമുദായത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്നത്? ശ്രീ അമൽ ശ്രീക്. തീർച്ചയായിട്ടും നമ്മള് യുവാക്കളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ യുവാക്കൾ എന്ന് മാത്രമല്ല, അത് പൊതുജനം തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും ഇതുപോലെ സിനിമാ നടന്മാരും നടികളും അവര് പറയുന്ന കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുന്നവരാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തമിഴ്നാട്ടില് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ പരിസ്ഥിതി തമിഴ്നാട് എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും താരാരാധന എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ഒന്നാണ്. അതായത് ഒരു താരത്തിന്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ എങ്ങനെയും വിജയിപ്പിക്കാനായിട്ട് ജീവൻ മറന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായി മാറുകയാണ് കുറെ ഫാൻസുകൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അവർ അതിനുവേണ്ടി അവരുടെ പണം കൊടുക്കുന്നു, അവരുടെ സമയം ചെലവഴിക്കുന്നു, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നടത്തുന്നു. മാത്രമല്ല, താരം ഒരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസ്താവനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിൽ തർക്കിക്കാനായിട്ടും അല്ലെങ്കിൽ ചർച്ചകൾ ചെയ്യാനായിട്ടും സംസാരിക്കാനായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് കമന്റ് എഴുതാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ആൾക്കാരും. അപ്പം അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വലിയൊരു സ്വാധീനിക ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമേനെ ഈ അടുത്ത കാലത്തായിട്ട് പല പല ആശയങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതും ഈ താരങ്ങളുടെ ആ ഒരു പ്രാധാന്യം മൂല്യം വെച്ചുകൊണ്ട് തന്നെ, ആ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്നത് ചെയ്യുന്നുള്ളതും എന്തുകൊണ്ട് ഈ ഒരു താരത്തെ തെരഞ്ഞെടുക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാര്യം ഈ താരത്തിലൂടെ ആശയത്തെ വലിയൊരു വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. കാര്യം അത്രമാത്രം താരത്തിന്റെ സ്വാധീനം ജനമനസ്സുകളിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ആസ്പെക്റ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം യുവജനങ്ങളും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്ന് നമ്മൾ കാണുന്ന സിനിമകളിലൂടെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരൊക്കെ വലിയൊരു താരാരാധനയോടെ കാണുന്ന ഒരു സമൂഹമാണ് യുവജനങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും ഈ യുവജനങ്ങളുടെ മനസ്സിൽ ബാക്കിയുള്ളവരെക്കാളെല്ലാം മുൻപന്തിയിൽ ഓരോരോ സിനിമാ നടന്മാരും നടിമാരൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള നടന്മാര് ഈ സിനിമയേക്കാൾ ഉപരി തന്നെ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി വന്നൊരു പ്രസ്താവന കൊടുക്കുമ്പം അതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയോടെ ഈ വരുന്ന ആളുകൾ, അതായത് അവരുടെ ഫാൻസ് ആയിട്ട് നിൽക്കുന്നവരും അല്ലാതെ നിൽക്കുന്ന ജനസമൂഹമൊക്കെ ചിലപ്പോൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള പ്രവണതയുണ്ട്. കാര്യം ഇവരെല്ലാം ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്.
ഇപ്പം 10-20 ലക്ഷം ആൾക്കാർ ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു 5 ലക്ഷമോ 6 ലക്ഷമോ ആൾക്കാർ ഒരു കമന്റിന് ഒരു ലൈക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും സ്വാഭാവികമായിട്ടും ആ കമന്റ് ശരിയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ കൂടെ നിൽക്കേണ്ടതാണ് എന്നൊരു ചിന്തയിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്വാധീന ഘടകമായിട്ട് മാറുകയും അജണ്ടകൾക്കനുസരിച്ച് ഈ പൊതുസമൂഹത്തെയും കൂടെ കൊണ്ടുപോകാൻ കെൽപ്പുന്ന രീതിയിലേക്ക് ഈ താരങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അത് വളരെ അപകടം പിടിച്ചൊരു അവസ്ഥയിലേക്കാണ് വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയുള്ളൂ. കാര്യം ഇന്നേ അജണ്ടകൾക്ക് എന്താ പറയുന്നത്, അജണ്ടകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തന്നെ താരങ്ങൾ മാറുന്നത് ശരിക്കും അപകടം. അത് മതത്തിന്റെ അജണ്ട ആകുമ്പോൾ വ്യാപകമായ പ്രഖ്യാതം നമ്മുടെ ഭാവിയിലേക്ക് ഉണ്ടാവുന്നുള്ളത് ഒരു വലിയൊരു സൂചന തന്നെയാണ് ഇവിടെ നൽകുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ദീപികയിൽ സൂചിപ്പിച്ച ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ദീപികയില് കഴിഞ്ഞ ദിവസം വന്ന തലക്കെട്ട് ഇതായിരുന്നു: ഹമാസിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളും യഹൂദരും ഇല്ലാത്ത ലോകമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിജീവികൾക്കും മാധ്യമങ്ങൾക്കും അവർ തീവ്രവാദികളല്ല. ഇതിന്റെ ഏറ്റവും അവസാനം തന്നെ ഇതിനുള്ളൊരു പരിഹാരവും ദീപിക പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പരിഹാരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതായത് ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന തീവ്രവാദങ്ങൾക്ക് ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ടവർ ഒരിക്കലും ഉത്തരവാദിയാകില്ല, അതിനെ ന്യായീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാതിരിക്കുവോളം. അതായത് ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തേക്ക് ന്യായീകരിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും അല്ലെങ്കിൽ ഏറ്റെടുത്തുകൊണ്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത് തന്നെയാണ് തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ വളം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ അന്യനാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് അതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നുണ്ടെന്നുള്ളത്? അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു സാധനമാണ്. അതായത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 2000 പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ഇത് നമ്മുടെ സാഹിത്യവും നമ്മുടെ സമൂഹവും എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് ഓരോ വർഷങ്ങളിലും സംഭവിച്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒരു വിവരണം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 1911 നവംബർ 12 കേരളത്തിൽ നടന്നൊരു കാര്യത്തെപ്പറ്റി പരാമർശിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ചങ്ങനാശ്ശേരിയിലെ പാണ്ടി ഭാഗത്ത് ഒരു സംഘം മുഹമ്മദീയർ ക്രിസ്ത്യൻ കത്തോലിക്കർക്കെതിരെ ആക്രമണം നടത്തി. തുർക്കി ഇറ്റലി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. അങ്ങ് തുർക്കി ഇറ്റലി യുദ്ധം പുറപ്പെട്ടപ്പം ഇവിടെ ചങ്ങനാശ്ശേരി, ഈ കൊച്ചു കേരളത്തിൽ ഈ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പാണ്ടി ഭാഗത്ത് ഒരു സംഘം മുഹമ്മദീയർ ക്രിസ്ത്യൻ കത്തോലിക്കർക്കെതിരെ ആക്രമണം നടത്തി. അപ്പം ഇത് ശരിക്കും 1911 ഓർത്തോണം. ഇതിപ്പോ 2024 നമ്മൾ നിൽക്കുന്നത്. എവിടെയെങ്കിലും നടന്നാലും എല്ലാം നമുക്കിട്ട് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നോ ഇന്നലെയോ മാറിയതല്ല, വർഷങ്ങളായിട്ട് തന്നെ മാറി. അതിന്റെ തോത് കൂടിയും കുറഞ്ഞും ഒക്കെ നമ്മൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപിക ലേഖനത്തിനകത്ത് മറ്റൊക്കെയാണ് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഈജിപ്തിലെ ക്രിസ്ത്യാനികളെ, അവിടെ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെയൊക്കെ ആക്രമിക്കുന്നതും അവരുടെ വീടുകളൊക്കെ തീയിട്ട വിഷയവും അസർബൈജാനിലെ വിഷയവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പാകിസ്ഥാനിലെ വിഷയങ്ങളെല്ലാം കാണുന്നതാണ്. പക്ഷെ ഇവിടെയൊന്നും ആർക്കും വിഷമമില്ല, ഒരു പോസ്റ്റും ഇല്ല. അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഗാസയിലെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഗാസ മാത്രമല്ലല്ലോ, അപ്പുറത്ത് വെസ്റ്റ് ബാങ്ക് ഉണ്ട്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന അതേസമയം സമാധാനപരമായിട്ട് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ വെസ്റ്റ് ബാങ്ക് കാണാത്തെ? ഈ വെസ്റ്റ് ബാങ്ക് അതേസമയം സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഗാസയിലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ കൊടിയേറുന്നത്. അത് ഈ ഗാസയിൽ എങ്ങനെയാണ് ഹമാസ് തന്നെ മുന്നിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നിപ്പം ഈ മാധ്യമങ്ങളുടെ, ദീപികയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളുടെ കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ മനോരമയിൽ ഇന്നൊരു പടം കണ്ടായിരുന്നു. ഇന്ന് പത്രത്തിലൊരു പടം ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ റോക്കറ്റയിൽ നമ്മുടെ US അംബാസിഡർ ഇങ്ങനെ എഴുതുന്നതായിട്ടാണ്, അതായത് അവരെ കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതായിട്ട് കാണിക്കുവാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു വാർത്ത അവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പാലസ്തീനിലേക്ക് വിക്ഷേപിക്കാനുള്ള റോക്കറ്റ് എന്ന രീതിയിലേക്കാണ്. അതായത് ഇസ്രായേൽ ഹമാസിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറയുകയും അതേസമയം പത്രം എഴുതി വെക്കുവാണ് പാലസ്തീനിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ എന്ന രീതിയിലേക്ക് ഉള്ള വ്യാഖ്യാനത്തിലൂടെ തന്നെയാണ് മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഗാസയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഈജിപ്റ്റ് ഇന്നൊരു ഇസ്ലാമിക എന്താ പറയുക ആശയത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് ഈ ഗാസയിലെ അഭയാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് വരുന്നവർക്ക് തുറന്നു കൊടുക്കാതെ, അവർ വാതിൽ തുറന്നു കൊടുക്കാതെ എന്തുകൊണ്ടാണ്? അവർ അതിർത്തി എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് തുറന്നു കൊടുക്കാത്തത്? ഈജിപ്റ്റ് അവർ അതിർത്തി തുറന്നു കൊടുക്കാതെ ഗാസയിലുള്ള ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കാനുള്ള സമീപനം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരങ്ങനെ അവിടെ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സമീപനം എടുക്കുകയും എന്നാൽ ഇതേ സമയം ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. ഇതൊന്നും തന്നെ പൊതുമാധ്യമത്തിലേക്കൊന്നും തന്നെ എത്തുന്നുമില്ല. അതേസമയം ക്രിസ്ത്യൻ രാജ്യങ്ങളാകട്ടെ എല്ലാ അഭയാർത്ഥികളെയും എല്ലാം നമ്മൾ ഇരുകൈയും കേട്ടി സ്വീകരിച്ചു. പക്ഷെ ഇതേ സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങളിങ്ങ് പോരുമെന്ന് അവരാരും പറയാത്തതെന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസ് പോലുള്ള തീവ്രവാദത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പൊതുമധ്യത്തിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നാളെ തീവ്രവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലൈനപ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് നാളെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിലും തീവ്രവാദം എന്ന് പറയുന്നത് ലഘൂകരിച്ചുകൊണ്ടും നാളെ തീവ്രവാദികൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് നാളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഇനി മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒക്ടോബർ 7 ഈ വിഷയം നടക്കുന്ന സമയത്ത് അന്ന് ഈ ഗാസയിൽ നിന്ന് ഇതുപോലെ നമ്മുടെ പാരച്ചൂട്ട് വഴിയും മറ്റുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്ന് കടന്നു കയറുന്നു. അന്ന് കടന്നു കയറി ഏകദേശം 1000-ലധികം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ പെട്ടെന്നാണ് അവിടെ കൊന്നു തള്ളി അതോടൊപ്പം തന്നെ അവരെ പീഡിപ്പിക്കുന്നു, വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ അവരെ ഒരു ഭീകര സൃഷ്ടിക്കാനായിട്ട് മാധ്യമങ്ങളിലേക്ക് ഇടുന്നു. മാത്രമല്ല 200-ലധികം ആൾക്കാർ അവർ തട്ടിക്കൊണ്ടുപോയി അവിടെ അഭയാർത്ഥികളായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്, ബന്ദികളാക്കി ബന്ദികളായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ യുദ്ധം ഹമാസിനെതിരെയാണ്, ഞങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് പൊതുമധ്യത്തിൽ ആരും തന്നെ ഈ ഹമാസിനോട് ആ ബന്ദികളായിട്ട് നിൽക്കുന്ന ആളുകളെ, ബന്ദികളായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരെ അവിടെ തുറന്നു വിടണമെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുക്കണമെന്നോ പറയുന്നില്ല. ഈ ബന്ദികളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തെ പകുതി പ്രശ്നം അവിടെ സോൾവ് ആയി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹമാസ് ചില ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം ആ ബന്ദികൾ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ഒരു മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ. അതിൽ തന്നെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നത് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു പീഡനങ്ങൾ. അപ്പോൾ അമൽ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ദികൾക്കും ഈ മനുഷ്യാവകാശമുണ്ട്. ആ ബന്ദികളിലേക്ക് ഇവരുടെ കണ്ണുകൾ എത്തുന്നില്ല. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ് അമൽ പറഞ്ഞത്. തുടർന്നോളൂ. തീർച്ചയായിട്ടും. കാര്യം ഈ ബന്ദികളെ അവർ തുറന്നു വിടുന്നുമില്ല, ബന്ദികളെ ബന്ദികളാക്കിക്കൊണ്ട് തന്നെ ഇന്നും അവരെ നിലനിർത്തുവാണ്. അങ്ങനെ നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പോലെ രാജ്യത്തെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, 1 കോടി പോലും ആൾക്കാർ അവിടെ ഇല്ല. കുറച്ച് ലക്ഷക്കണക്കിന് നമ്മളിപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ 3.5 കോടി ജനങ്ങൾ തന്നെയുണ്ട്. അതിനകത്ത് തന്നെ ഏകദേശം 65 ലക്ഷം ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പം അങ്ങനെ ഈ 65 ലക്ഷം ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ള ആ ഒരു ഇസ്രായേൽ പോലെ പ്രദേശത്ത് ഈ 65 ലക്ഷം പോലും ജൂതർ അവിടെ ഇല്ല. അപ്പൊ ആകെ കുറച്ച് ശതമാനം ജൂതരുള്ള ഒരു സ്ഥലത്ത് അവരുടെ അതിജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനങ്ങളൂടെ തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ അവരുടെ ജനങ്ങളെ തന്നെ പിടിച്ചോണ്ട് പോയി ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിനെ തിരിച്ചു വിടുക അല്ലെങ്കിൽ ഇസ്രായേലിന് തിരികെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ്ങോ ഒന്നും തന്നെ നമ്മളിവിടെ കാണാതെ, ഇതേ സമയം ഹമാസ് വീണ്ടും റോക്കറ്റ് വിക്ഷേപിക്കുന്നു. മറ്റ് ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭീകര സംഘടനകളും റോക്കറ്റുകളും ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നു. അതിനെ ഒന്നും തന്നെ തള്ളി പറയാതെ ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണെന്നും ഇസ്രായേൽ അടുത്ത് പിൻവാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയരുന്ന ഒരു പൊതുബോധ നിർമ്മിതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും വ്യാപകമായിട്ട് വളരുന്നത് ഭാവിയിലെ നമ്മുടെ ഈ കേരളത്തിലെ ക്രൈസ്തവർ എന്ന നിലനിൽപ്പിലേക്കും അതൊരു വിരൽ ചൂണ്ടുക തന്നെയാണ്. കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം ഈ 80:20 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ സ്കൂളുകൾക്ക് സൃഷ്ടിച്ച വിധി വന്നിട്ട് ഇപ്പം 3 വർഷം തികയുകയാണ്. ഈ 3 വർഷം തികയുന്ന സമയത്ത് ആ വിധിപ്പകർപ്പ് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ആ വിധിപ്പകർപ്പിനകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയത്. അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഈ 80 അനുവാദം നമ്മുടെ സർക്കാർ സ്വീകരിച്ചതെന്ന്. മാത്രമല്ല അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺസപ്പോർട്ടഡ് ബൈ എനി ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ കടുത്ത ലംഘനം എന്ന് പല ഭാഗങ്ങളിലായിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വിധിയില് അവിടെയാണ് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ട് 100% ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവനയൊക്കെ ഇറക്കുകയും സർക്കാർ പോലും അപ്പീൽ പോയിട്ടുണ്ട്. അതെ, അവർ അപ്പീൽ പോകുന്ന ആദ്യം പറഞ്ഞു, മുസ്ലിം ലീഗൊക്കെ ആദ്യം അപ്പീൽ പോകുന്നു പറഞ്ഞു. അവസാനം അവരെല്ലാം കൂടെ നിർബന്ധിച്ച് സർക്കാരിനെ കൊണ്ട് അപ്പീലിന് പോവുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിലും ഇത് നടക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹത്തിനും ക്രൈസ്തവർക്കും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു ഭീകരമായ അവസ്ഥ. വളരെ വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ ആദർശ്, നമ്മൾ കണ്ട ഈ ക്യാമ്പയിനുകൾ, നേരത്തെ ആദർശ് സൂചിപ്പിച്ച ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ,
അതിൽ കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ഇടപെടൽ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സെലിബ്രിറ്റീസ് അതിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ പിന്നീട് അതിനുശേഷം ലക്ഷദ്വീപിൽ സംഭവിച്ച മാറ്റങ്ങൾ ലോകം കണ്ടതാണ്. ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്ന മാലദ്വീപിനെയൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകുന്ന ഒരു കാഴ്ച, അവിടെ സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ. ഒപ്പം തന്നെ നമുക്കറിയാം ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ ആർട്ടിക്കിൾ 370 അവിടുന്ന് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് അതിനൊരു ഗ്രൗണ്ട് വർക്ക് അവിടെ സർക്കാർ ചെയ്തിരുന്നു. അതിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ, ക്യാമ്പയിനുകൾ നടന്നിരുന്നു. പക്ഷേ പിന്നീട് കാശ്മീരിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറിമറിയുന്ന ഒരു കാഴ്ച. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കാശ്മീർ വിസിറ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പം അവിടെ പീഡനം ഏറ്റുകൊണ്ടിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ക്യാമ്പയിനുകളുടെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സ്വഭാവം അത് അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഏജൻസികൾ അത് രാജ്യത്തിന്റെ നന്മയെ കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾക്കെതിരെ നടക്കുന്ന ഈ സംഘടിതമായ സെലിബ്രിറ്റീസിനെ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സംഘടിതമായിട്ടുള്ള ക്യാമ്പയിന്റെ പിന്നിലെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സ്വഭാവം അത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയല്ലേ ശ്രീ ആദർശ്? തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ 2022 പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതായിട്ട് കണ്ടത്. കാരണം അവരുടെ ഫണ്ടിങ് സോഴ്സുകളെ പറ്റി ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പല രാജ്യങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന നെറ്റ്വർക്കാണ്. ഇതിൽ രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. NIA ആക്ട് പാർലമെന്റ് 2019 ആണെന്നാണ് എന്റെ ഓർമ്മ. 19 അമെൻഡ് ചെയ്ത സമയത്ത് ഇതേപോലെ എതിർപ്പുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ എന്ത് നിയമം പാസ്സാക്കുമ്പോഴും ഒരു കൂട്ടം വലിയൊരു കൂട്ടം ആളുകൾ ഉടനെ തന്നെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, പാർലമെന്റ് അകത്ത് കയറുന്നു, കടലാസുകൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്തൊക്കെ സ്ഥിരം കാഴ്ചകളാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ NIA ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് NIA ആക്ടിൽ ചില പ്രധാനപ്പെട്ട ക്ലോസുകൾ ഉണ്ടായിരുന്നു. ആ ക്ലോസുകൾ എന്ന് പറയുന്നത്, മുൻപ് നമ്മള് ഒരു സംഘടനയെ മാത്രമേ നമുക്ക് ബാൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ സിമി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇന്ത്യൻ മുജാഹിദീൻ ഒരു തീവ്രവാദി സംഘടനയാണ്, സംഘടനയെ ബാൻ ചെയ്യാമായിരുന്നു. പക്ഷെ സംഘടനയുടെ സ്ഥാപകനെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ബാൻ ചെയ്യാനുള്ള അധികാരം നമുക്കില്ലായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് അതൊരു ലൂപ്പ് ഹോൾ ആയിരുന്നു. ഈ ലൂപ്പ് ഹോള് ആയിരുന്നു NIA ആക്ട് അമെൻഡ് ചെയ്ത സമയത്ത് കേന്ദ്ര സർക്കാർ തിരുത്തിയിരുന്നത്. ഉടനെ വന്നു ഈ പറയുന്ന ആളുകൾ ഉടനെ പ്രക്ഷോഭമായി, പ്രശ്നമായി, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള നിയമങ്ങൾ വഴി ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ടോ, അന്ന് ആ സമയം തന്നെ വലിയ സംഘടിതമായി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കം തുടരെയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഈ സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും ഒക്കെ വലിയ പങ്കുണ്ട്. അവര് അറിഞ്ഞോ അറിയാതെയോ അവരതിന്റെ ഭാഗമായി പോവുകയാണ്. അവരതിന്റെ നെറ്റ്വർക്കിന്റെ ഭാഗമായി അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ അന്താരാഷ്ട്ര ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ഭാഗമായി പെട്ടു, അവർക്കത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അവരുടെയും ഫണ്ടിങ് പലതും ഉണ്ട്. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസിന്റെയും നമ്മൾ പിന്നാമ്പുറം എടുത്ത് പരിശോധിക്കുന്നതാണ്. പലർക്കും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് കൺട്രീസില് പലതരം അവരുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്പുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായ നിയമങ്ങൾ, അതിന് കൃത്യമായിട്ട് സമയത്ത് കേന്ദ്ര സർക്കാർ അമെൻഡ് ചെയ്ത് പഴുതുകൾ കൃത്യമായി അടക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അടക്കുന്ന പഴുതുകളൊക്കെ മനുഷ്യാവകാശത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയും കൃത്യമായിട്ട് ഒരു സംഘടിത ശ്രമം കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ശ്രീ അമൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം 1908 ആ കാലഘട്ടത്തിലൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ പാലസ്തീന് ഐക്യദാർഢ്യം സംഭവിച്ചുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ഇന്ന് നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. 1930കളിൽ തന്നെ കേരളത്തിൽ ഈ പാലസ്തീൻ, സേവ് പാലസ്തീൻ അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്, ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. പല പ്രമുഖ പത്രങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിക്കുന്ന പല പ്രമുഖ പത്രങ്ങളും ഇത്തരത്തിലുള്ള ആളുകളുടെ ലേഖനങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട്. ആ പത്രങ്ങളുടെ പേര് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലതും നമ്മൾ പോലും അറിയാതെ എത്രയോ കാലമായി നിരന്തരമായി നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിപ്പോ കുറച്ചുകൂടി വിസിബിൾ ആയി, ഇന്ന് കുറച്ചുകൂടി ജനങ്ങൾ അവെയറായി. കാരണം ഇന്ന് മെയിൻ പണ്ട് കാലത്ത് ഈ റേഡിയോ മാധ്യമങ്ങളായിരുന്നു, പത്രങ്ങളായിരുന്നു
പിന്നീട് ഈ വിഷ്വൽ മീഡിയ വന്നു, TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ഇന്ന് യൂട്യൂബ് ഇതൊക്കെ വന്നതോടെ കുറച്ചുകൂടി ആളുകൾക്ക് അറിവ്, പല വിധത്തിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധി അവരുടെ മുന്നിൽ തുറന്നിട്ട്. അതുകൊണ്ട് ഇന്ന് കുറച്ചുകൂടി ജനങ്ങൾ അവെയർ ആണ്. ഓക്കെ അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ നമ്മൾ എടുത്തത്. ആ ഒരു അവയർനെസ് കാരണമാണ്. ഓക്കെ യെസ്, വളരെ വ്യക്തമാണ്. ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പറയാനുള്ളത് ഇതാണ്. എത്ര വലിയ കൊലകൊമ്പന്മാർ റാഫയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാലും ദൈവത്തിൻ്റെ കണ്ണ് ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആരൊക്കെ ലോകമെമ്പാടും നടക്കുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ, മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇസ്ലാമിക ഭീകരവാദികൾ അഴിച്ചുവിടുന്ന പീഡനങ്ങൾക്ക് നേരെ കണ്ണടച്ചാലും ദൈവത്തിൻ്റെ കരം ആ പീഡിത ജനതയുടെ ഒപ്പം ഉണ്ട്. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ഒപ്പം തന്നെ ശ്രീ അമൽ, ശ്രീ ആദർശ്, 3 പേർക്കും നന്ദി.